രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നമസ്കാരം. ഇന്ന് നമ്മള് ശിവന്റെ കഥാകഥനം എന്ന അധ്യായം മുതലുള്ള കഥകളാണ് ഇനി നമ്മൾ അങ്ങോട്ട് തുടർന്ന് കാണുവാൻ പോകുന്നത്. ഇനി ദശരഥ മഹാരാജാവിന്റെ രാജധാനിയിൽ രാമന്റെ ജനനം, ബാല്യം, കൗമാരം ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ അറിയുവാൻ പോകുന്നത്. കശ്യപൻ ദശരഥ നാംന രാജന്യന്ത്രനായി കാശ്യപേ തലേ തിഷ്ടത്യധുനാ വിധാതാവേ തസ്യ വല്ലഭയാകുമതിഥി കൗസല്യയോ തസ്യാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായ 3 പേരുണ്ടായി വരും. ചിൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായ ദേവിയും ജനകാലയെ വന്ന് കേകസത്മജകുലനാശകാരിണിയായി മേദിനി തന്നിലയോ നിജയായി ഉണ്ടായി വരുമാതിദേയന്മാർ കവിവീരരായി പിറക്കണം. മേദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പനെന്നാൽ എന്നരുൾ ചെയ്തു നാഥൻ. പണ്ട് ഈ രാക്ഷസ വീരന്മാരുടെ ഭാരം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അക്രമങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് ഭൂമിദേവി എന്ത് ചെയ്തു? ഒരു പശുവിന്റെ രൂപം ധരിച്ചിട്ട് ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു. ബ്രഹ്മാവ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്ന് ഈ സങ്കടം ഉണർത്തിക്കാം. അദ്ദേഹത്തിനാണ് ഇതിന് എന്തെങ്കിലും പോംവഴി ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ അവര് എല്ലാവരും കൂടി മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെല്ലുകയാണ്. അവിടെ ചെന്ന് നിന്നിട്ട് പുരുഷ സൂക്തമൊക്കെ ചൊല്ലി ഭഗവാനെ സ്തുതിച്ചപ്പോൾ ഭഗവാൻ ഒരു 1000 സൂര്യന്മാർ ഉദിച്ചുയർന്ന ഒരു ഭയങ്കരമായ പ്രഭയോടുകൂടി ഇവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ എന്നെ കാണാൻ വന്നത്? അപ്പോഴ് ബ്രഹ്മാവ് പറയാണ്, അങ്ങയുടെ അകക്കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. പക്ഷെ ഞങ്ങൾക്കൊരു സങ്കടം ഉണർത്തിക്കാനുണ്ട്. ഇങ്ങനെ രാവണൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ ഈ ഭൂമിയിൽ വന്നിട്ട് ഈ 3 ലോകങ്ങളും പിടിച്ചടക്കി അധർമ്മം വിതച്ചുകൊണ്ട് ആർക്കും ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുകയാണ്. അവൻ മനുഷ്യനായി ഇരിക്കുന്നതുകൊണ്ട് മനുഷ്യനായി അങ്ങ് ഭൂമിയിൽ അവതരിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു രാക്ഷസനെ അവന്റെ ശല്യം നമുക്ക് തീർക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ചെയ്യണം എന്ന് ഇവരങ്ങോട്ട് മഹാവിഷ്ണുവോട് പറയാണ്. മനുഷ്യനല്ലാതെ വേറെ ഒരാൾക്കും അവനെ കൊല്ലാൻ സാധിക്കില്ല എന്നൊരു വരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങ് മനുഷ്യനായി ജനിച്ചിട്ട് ശേഷം മാത്രമേ അവനെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും പെട്ടെന്നൊരു പോംവഴി ചെയ്തു തരണം എന്ന് ഇങ്ങനെ മഹാവിഷ്ണുവോട് പറയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, കശ്യപ പ്രജാപതി പുത്രനുണ്ടാവാൻ വേണ്ടി പണ്ട് എന്നോട് പ്രാർത്ഥിച്ചു, എന്നെ മനഃശുദ്ധിയോടുകൂടി സേവിച്ചിരുന്നു. അപ്പോ ഞാൻ അവനൊരു വരവും കൊടുത്തിട്ടുണ്ട്. ആ വരത്തിന്റെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കാനായിട്ട് ഇപ്പോൾ സമയമായിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഈ ഭൂമിയിൽ ഞാൻ മനുഷ്യനായിട്ട് ഉടനെ അവതരിക്കും. ദശരഥ മഹാരാജാവിന്റെയും കൗസല്യയുടെയും മകനായി ഞാൻ ഈ ഭൂമിയിൽ അവതരിക്കും. എന്റെ ശക്തിയായ വിശ്വേശ്വരി ജനകന്റെ കൊട്ടാരത്തിൽ ജനിക്കും. അതിഥിപുത്രന്മാരെല്ലാവരും കവിശ്രേഷ്ഠന്മാരായി ജനിക്കണം. അങ്ങനെ ഭൂമിദേവിയുടെ ഭാരത്തെ എനിക്ക് കുറയ്ക്കാൻ സാധിക്കും എന്ന് മഹാവിഷ്ണു ഇവരോട് പറഞ്ഞു. ബ്രഹ്മാവ് വിഷ്ണുവിനെ വീണ്ടും സ്തുതിച്ച് നമസ്കരിച്ച് പാടുവാൻ തുടങ്ങി. അസുര നിഗ്രഹത്തിനായി ലക്ഷ്മീപതി മനുഷ്യനായിട്ട് അവതരിക്കും. ഇന്ദ്രപ്രമുഖരായ നിങ്ങൾ വാസുദേവനെ പരിചരിക്കുവാനായിട്ട് ദാസന്മാരായിട്ട് ഭൂമിയിൽ ജനിക്കും. രാവണാദികളുടെ പരിചരന്മാരെ അല്ലെങ്കിൽ അനുചരന്മാരായ രാക്ഷസന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരോട് ഏറ്റുമുട്ടാൻ വേണ്ടി ദേവഗണങ്ങളെല്ലാം വാനരന്മാരായിട്ട് ജനിക്കും എന്നൊക്കെ വരം കൊടുത്തിട്ട് കൃതാർത്ഥനായി ബ്രഹ്മാവ് സത്യലോകം പോകി. അമിത ഗുണവാനാം നൃപതി ദശരഥനമലൻ അയോധ്യാധിപതി ധർമാത്മവീരൻ അമരകുലപരതുല്യനാം സത്യപരാക്രമൻ അങ്കജ സമൻ കരുണാരത്നാകരൻ
കൗസല്യാദേവിയോടും ഭർത്തൃ ശുശ്രൂഷയ്ക്കേറ്റവും കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാര്യവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ട് പരിതാവേന ഒരു ചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്ത് നല്ലൂ നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം. സദ്ഗുണസമ്പന്നനും ധർമ്മിഷ്ഠനുമായ ദശരഥ മഹാരാജാവ് തന്റെ 3 ഭാര്യമാരോട് കൂടി ഇങ്ങനെ അയോധ്യയിൽ വാഴുകയാണ്. എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട്. പക്ഷേ ദശരഥ മഹാരാജാവ് ഭയങ്കര ദുഃഖത്തിലായിരുന്നു. എന്താണ് ആ ദുഃഖത്തിന് കാരണം? മക്കളില്ലാത്ത ഒരു ഭയങ്കരമായ ദുഃഖം അദ്ദേഹത്തെ ഗ്രസിച്ചിരുന്നു. ആ സമയത്താണ് വസിഷ്ഠ മഹർഷി ആശ്രമത്തിലേക്ക് വരുന്നത്. പുത്രന്മാരില്ലാത്ത എനിക്ക് രാജ്യവും സ്വത്തും ധനവും എല്ലാം ഉണ്ട്, പക്ഷേ ഞാൻ എന്തിനാണ് ഈ സമ്പത്തുകളൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് മക്കളില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വസിഷ്ഠ മഹർഷിയോട് ദശരഥ മഹാരാജാവ് ചോദിക്കുകയാണ്. അപ്പോ വസിഷ്ഠ മഹർഷി വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ്, താങ്കൾക്ക് 4 മക്കൾ ജനിക്കും. ആ മക്കൾ ശ്രേഷ്ഠപുത്രന്മാരായിരിക്കും. ഋഷ്യശൃംഖനെ വരുത്തിയിട്ട് മക്കൾ ഉണ്ടാകുവാൻ വേണ്ടി ഒരു പുത്രകാമേഷ്ടി യാഗം അനുഷ്ഠിക്കണം എന്ന് വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിനോട് ഉപദേശിച്ചു. ദശരഥ മഹാരാജാവ് തന്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷി പറഞ്ഞതനുസരിച്ച് ഋഷ്യശൃംഖനെ വരുത്തി പുത്രകാമേഷ്ടി യാഗം അനുഷ്ഠിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ശരിയാക്കി ഋഷ്യശൃംഖൻ ഈ അഗ്നിയിലേക്ക് ഹവിസർപ്പിച്ച സമയത്ത് അതിൽ നിന്നും പായസം ഉയർന്നു വന്നത്. ആ പായസം രാജാവിന് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഭാര്യമാർക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ദശരഥ മഹാരാജാവ് ആ പായസം കൗസല്യക്ക് പകുതി കൊടുത്തു, കൈകേയിക്കും പകുതി കൊടുത്തു. ആ കൊടുത്ത ഓരോ പകുതിയിൽ നിന്നും കൗസല്യയും കൈകേയും സുമിത്രയ്ക്ക് പകുതി വീതം കൊടുത്തു. അതുകൊണ്ട് കൗസല്യക്കൊരു പുത്രൻ, കൈകേയിക്കൊരു പുത്രൻ, 2 പാതി കഴിച്ച സുമിത്രയ്ക്ക് 2 പുത്രന്മാർ. ഇങ്ങനെ 4 പുത്രന്മാർ ദശരഥ മഹാരാജാവിന് ഉടനുടൻ ഉണ്ടായി എന്ന് രാമായണം പറയുന്നു. ശ്രീരാമന് വസിഷ്ഠ മുനിയാണ് രാമൻ എന്ന് പേരിട്ടത്. സർവ്വലോകങ്ങളുടെയും ആത്മാവ് ഇവനിലാണ് രമിക്കുന്നത് എന്നർത്ഥമുള്ള ശ്രീരാമൻ, രാമൻ എന്ന പേരിട്ട് ശ്രീരാമനെ. അതുപോലെ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഇങ്ങനെ 4 പുത്രന്മാർ ദശരഥ മഹാരാജാവിന് ഉടനുടൻ ഉണ്ടായി എന്ന് രാമായണം നമ്മെ അറിയിക്കുന്നു. ശ്രീരാമചന്ദ്ര കൃപാലു ഭജ മന ഹരണ ഭാവ